കേരള സംസ്ഥാന ലോട്ടറി വകുപ്പിൻ്റെ തിരുവോണം ബമ്പർ വിൽപ്പന ഇക്കുറിയും സൂപ്പർ ഹിറ്റിലേക്കെന്നാണ് റിപ്പോർട്ട്. ഇതുവരെ 23 ലക്ഷം ടിക്കറ്റുകളാണത്രേ വിറ്റുതീർന്നത്. സമ്മാനത്തുക തന്നെയാണ് ഓണം ബമ്പറിനെ ഇത്രയും ജനകീയമാക്കുന്നത്. ഒന്നാം സമ്മാനം നേടുന്ന ഭാഗ്യവാന് ലഭിക്കുന്നത് 25 കോടി രൂപയാണ്. 25 കോടി രൂപയുടെ ഒന്നാം സമ്മാനം കൂടാതെ 1 കോടി രൂപ വീതം 20 പേർക്ക് രണ്ടാം സമ്മാനമടക്കം ആകർഷകമായ സമ്മാനങ്ങളാണ് ഇത്തവണയും ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത്. ആഗസ്റ്റ് 1 മുതൽ ഇതുവരെ 23 ലക്ഷം ടിക്കറ്റ് വിറ്റുകഴിഞ്ഞു. ചില വിശ്വാസങ്ങൾ ഭാഗ്യക്കുറി സ്ഥിരമായി എടുക്കുന്നവർ വച്ചു പുലർത്തുന്നുണ്ട്. അതിലൊന്ന് ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിന്നും ടിക്കറ്റ് എടുത്താൽ സമ്മാനം ഉറപ്പാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ചില ജില്ലകളിലും ചില പ്രത്യേക സ്ഥലങ്ങളിലെ ടിക്കറ്റ് വിൽപ്പന കേന്ദ്രങ്ങളിലും ചില പ്രത്യേക കടകളിലുമെല്ലാം ടിക്കറ്റ് വിൽപ്പനയിൽ വലിയ വർധനവാണുണ്ടാകുക. ഇക്കുറി ഓണം ബമ്പർ ടിക്കറ്റുകൾ ഏറ്റവും അധികം ആളുകൾ എടുക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയേണ്ടേ? ഭാഗ്യം തേടിയെത്തുന്നവരിൽ പാലക്കാട് ജില്ലയാണ് ഇതുവരെ മുന്നിൽ നിൽക്കുന്നത്. 4 ലക്ഷം ടിക്കറ്റാണ് പാലക്കാട് ജില്ലയിൽ മാത്രം ഇതുവരെ വിറ്റുപോയത്. തൊട്ടുപിന്നിൽ തിരുവനന്തപുരവുമുണ്ട്. 3 ലക്ഷം ടിക്കറ്റുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇതുവരെ വിറ്റഴിച്ചത്. ആകർഷകമായ സമ്മാനങ്ങൾ വന്നതോടെ ടിക്കറ്റ് വാങ്ങാൻ വലിയ തിരക്കാണെന്നാണ് കടക്കാർ പറയുന്നത്. കഴിഞ്ഞ തവണ 80 ലക്ഷം ടിക്കറ്റ് അച്ചടിച്ചപ്പോൾ 75,76,000 ടിക്കറ്റ് വിറ്റുപോയിരുന്നു. ഇക്കുറി ആ റെക്കോർഡും മറികടക്കുമെന്നാണ് പ്രതീക്ഷ. പേപ്പർ ലോട്ടറിയായി മാത്രമാണ് സംസ്ഥാന ഭാഗ്യക്കുറി വിൽക്കുന്നതെന്നും ഓൺലൈൻ വാട്സാപ്പ് ലോട്ടറികൾ വ്യാജമാണെന്നും സർക്കാർ പ്രചാരണം നടത്തുന്നുണ്ട്.